ഓരോ ദിവസവും ഇങ്ങനൊരു പ്രാർത്ഥന കിട്ടണത്, പ്രഭാതത്തിൽ കിട്ടണത് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ ഈ കാലം ഒരു കെട്ടകാലമാണെന്ന് വേണേൽ പറയാം. കാരണം ദൈവത്തിന് മറന്ന് ജീവിക്കുന്നവരുടെ എണ്ണവും പാപികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം ലോകത്ത് കൂടിയാണ് വരുന്നത്. വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്നൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയിൽ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അവരെല്ലാ അച്ഛനും ഓർത്ത് കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ടേ. നിങ്ങളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം നിങ്ങളുടെ അമ്മയുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മേ ഇപ്പോൾ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് പ്രോഗ്രാം കാണാൻ വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ കൊണ്ടുപോയി അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട്. അതിൽ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റേണ്ടില്ല എന്ന് വേദനിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം. കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശിൻ്റെ മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം. വചനത്താൽ നിറക്കണം, പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം. ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി തളർച്ചയില്ലാതെ പടവെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പരിശുദ്ധ അമ്മ കന്യാസി മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആശീർവദിക്കുന്നു. തിരുക്കൃപത്തെ മാധ്യസ്ഥ വിശ്വസ പിതാവിൻ്റെയും വിശ്വസൈനോസിൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിൽ നിങ്ങൾക്ക് കർത്താവ് തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ രാത്രികളിൽ ദീപസ്തംഭമായി കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ. കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട്, ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്, സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്. ഒരു വീട്, ഒരു വിവാഹം, അതുപോലെ തന്നെ ഒരു കുഞ്ഞ്, അതുപോലെ ഒരു സമാധാനമായ ജീവിതം, ഒരു ജീവിത പങ്കാളി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവ് കണ്ണുനീരോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൗരോഹിത്യം അങ്ങയുടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിവേൽപ്പിക്കപ്പെട്ട അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ നിൻ്റെ അവകാശവും ഓഹരിമായ തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്റ്റ് ഹോണറിംഗ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു നാമത്തിൽ ബഹുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ അവനെ എല്ലാം നീ ആശീർവദിക്കണം. അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം. മറ്റുള്ളവരെക്കാൾ അവരെ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുഭവങ്ങളാൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണം. കർത്താവ് എല്ലാ ജനതകളെയും അതിശയിപ്പിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഏത് കുരിശിൻ്റെ ചുവട്ടിൽ പോലും നിന്ന അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധി മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ അമ്മ നിറഞ്ഞു നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന അൾത്താര നടന്ന 10,000 ആരാധശക്തിയാൽ എൻ്റെ ദൈവപൈതലെ ഇന്ന് ജനുവരി 18 ഞാൻ നിങ്ങളെ
ഈ ശനിയാഴ്ച അപമാതാവിൻ്റെ ദിവസം അപമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ. Lord, infuse your spirit of power and grace. Thank you, Jesus.